മിതമായും മധുരമായും സംസാരിക്കാൻ ശീലിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത് കേൾക്കുന്നവർക്ക് ആ വാക്കുകളെപ്പറ്റി ചിന്തിക്കാനുള്ള ഉത്സാഹവും പ്രേരണയും ഉണ്ടായിരിക്കും. വാക്കുകൾ എപ്പോഴും സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട്. കാരണം ഒരു വാക്ക് മതി നല്ലൊരു മിത്രത്തെ ശത്രുവായി ചിത്രീകരിക്കാൻ. ഒരു ശത്രുവിൽ നിന്ന് മിത്രത്തിലേക്കുള്ള ദൂരം ഒരേ ഒരു പുഞ്ചിരിയിൽ ഒതുങ്ങുന്നതായിരിക്കും. മല പോലെ ഉണ്ടായിരുന്ന ഒന്നിനെ മഞ്ഞുപോലെ ഉരുക്കിക്കളയാൻ അത്തരമൊരു പുഞ്ചിരിക്ക് കഴിയും. ദുഃഖമുണ്ടാക്കുന്ന ഏതൊരു കാര്യവും വീണ്ടും വീണ്ടും ഓർമ്മിക്കാതിരിക്കുക നല്ലതാണ്. എന്നാൽ സന്തോഷമുളവാക്കുന്ന കാര്യമാണെങ്കിൽ അവ ഇടയ്ക്കിടെ ഓർമ്മിക്കാൻ മറക്കരുത്. ആഗ്രഹിച്ചത് ലഭിക്കുമ്പോൾ വളരെ സന്തോഷവും ഒപ്പം വിനയവും പെരുമാറ്റത്തിൽ കാണാനാകും. എന്നാൽ ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ പോലും ക്ഷമാശീലരാകുന്നത് ആ മനസ്സിൻ്റെ നന്മയായി കാണണം. സുഖദുഃഖങ്ങൾ, ശാന്തി, അശാന്തി, നിരാശ, സന്തോഷം തുടങ്ങിയവ ജീവിതത്തിൽ വന്നും പോയും ഇരിക്കുന്ന മഹാപ്രതിഭാസങ്ങളാണ്. ഒന്നും തന്നെ സ്ഥിരമായി നിലനിൽക്കുന്നവയല്ല. ഓരോ സമയവും അതിൻ്റേതായ സമയത്ത് കടന്നുപോകും. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.